കാരണം നമ്മുടെ സംസ്ഥാനത്ത് തലസീമിയ പോലുള്ള മാരകമായ രക്തജന്യ രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം മുടങ്ങി 1 വർഷം പിന്നിട്ടിട്ടും ആരോഗ്യവകുപ്പ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജീവൻ രക്ഷാ മരുന്നുകളും രക്തം കയറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഫിൽറ്റർ സെറ്റും സർക്കാർ ആശുപത്രികളിൽ നിന്നും ലഭിക്കാതായതോടെ ഇവയെല്ലാം വൻ തുക നൽകി പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയിലാണ് നിർധനരായ രോഗികൾ. ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ചില പ്രതികരണങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് കേൾക്കാം. അതിനുശേഷം കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരും. അങ്ങനെ വരുന്ന സമയത്ത് 4200 രൂപ ഡഫ്രിജിറ്റ് ആണെങ്കിൽ മറ്റേത് 16 രൂപ അടുത്ത് വരുന്നു. പിന്നെ അസുണ്ട്രതൊക്കെ പറഞ്ഞതിൽ നല്ല ഗുളികയുണ്ട്. അത് 8000-ന് മുകളിലാവും മാസത്തിലേക്ക് വേണ്ടി വരും. സാമ്പത്തികമായ ഭദ്രതയുള്ള ആളുകളും ആരും ഇല്ല ഇതിനകത്ത്. കുറച്ച് രോഗികൾ കേരളത്തിൽ മുഴുവനുള്ളതല്ലേ. അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായും ഇത്തരം ഒരു രോഗികൾക്ക് ഒരു പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മെഡിക്കലിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭയാനകമായൊരു അവസ്ഥയിലൂടെയാണ് രോഗികൾ കടന്നു പോകുന്നത്. ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് കാരണം ഗുരുതരമായ റിയാക്ഷൻ ആയി ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതിയാണ് രക്തം കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴുള്ള തലസീമിയ രോഗികളുടെ തലസീമിയ രോഗികളുടെയും അനുഭവം. ഓക്കെ, വിവരങ്ങളുമായിട്ട് കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഈ വന്നിരിക്കുന്നത്. ഒന്നാമത് ഈ ഇമാതിരി രോഗങ്ങൾ അത് പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഈ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ പ്രതിസന്ധിയിൽ പറയുന്ന കാര്യം എന്താണ് ദിൽഷ? സേതു, കൃത്യമായിട്ട് മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗമാണ് തലസീമിയ എന്ന് പറയുന്നത്. ഇത് മാരകമായിട്ടുള്ള ഒരു ജനിതക വൈകല്യ രോഗമാണ്. സംസ്ഥാനത്ത് ഏകദേശം 1000-ലധികം തലസീമിയ രോഗികൾ ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ പറയുന്നത്. ഇവരെ ഭിന്നശേഷി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് വേണ്ട മരുന്ന് ഉപകരണങ്ങളും സർക്കാർ തന്നെയാണ് സൗജന്യമായിട്ട് നൽകേണ്ടത്. അത് സർക്കാരിന്റെ ബാധ്യത കൂടിയാണ്. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ. സംസ്ഥാനത്തെ ആശുപത്രികളിൽ തലസീമിയ രോഗികൾക്കുള്ള മരുന്ന് വിതരണം മുടങ്ങിയിട്ട് 1 വർഷം പിന്നിടുകയാണ്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നിരവധി തവണ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ നേരിട്ട് പരാതി നൽകിയിട്ടുള്ളതാണ് തലസീമിയ രോഗികളും ബന്ധുക്കളും എല്ലാം തന്നെ. എന്നിട്ടും 1 വർഷം പിന്നിട്ടിട്ടും ഇത്രയും മാരകമായ ഒരു രോഗത്തിന് അതിന് മരുന്ന് ലഭ്യമാക്കുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തായാലും ഈ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ലൂക്കോസൈറ്റ് ഫിൽറ്റർ സെറ്റും അതുപോലെ തന്നെ ജീവൻ രക്ഷാ മരുന്നുകളും സംസ്ഥാനത്തെ ഒരു ആശുപത്രികളും ലഭ്യമല്ല എന്നുള്ളതാണ്. നിർധനരായിട്ടുള്ള ഈ 1000-കണക്കിന് വരുന്ന രോഗികൾ അത് വലിയ ഇരട്ടി വില കൊടുത്തിട്ട് പുറത്തു നിന്നും വാങ്ങിക്കേണ്ട ഒരു ദുരവസ്ഥയാണ് ഉള്ളത്. മാത്രവുമല്ല ഈ ജീവൻ രക്ഷാ മരുന്നുകൾക്കും മരുന്ന് ഉപകരണങ്ങൾക്കും വലിയ വിലയാണ്. ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. 4000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ഇതിനൊക്കെ വില വരുന്നത്. ഇത് മാസത്തിൽ തന്നെ ഇത്രയധികം തുക ചിലവാക്കി നിർധനരായിട്ടുള്ള രോഗികൾ അത് എങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുമെന്നുള്ളത് അവരുടെ കുടുംബങ്ങളിലെ അവസ്ഥ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അത് സർക്കാർ കൃത്യമായിട്ട് ഉറപ്പാക്കേണ്ട ഒരു സംഭവമാണ്. അത് 1 വർഷത്തിലധികമായിട്ട് ഇത്തരത്തിൽ മരുന്ന് വിതരണം മുടങ്ങിക്കിടക്കുന്നു. രോഗികളും ബന്ധുക്കളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമര രംഗത്താണ് എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ വഴി ഇത്തരത്തിൽ തലസീമിയ രോഗികൾക്ക് മരുന്ന് വിതരണം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിലൊക്കെ തന്നെ സമര രംഗത്തുണ്ട്. എന്നാൽ അതിനും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട ഒരു വിഷയം കൂടിയാണിത്. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതീവ ഗുരുതരമായ കാര്യം. സേതു, തീർച്ചയായും ദിൽഷ അത് തന്നെയാണ്. ഇപ്പം ദിൽഷ